ഹലോ അസ്സലാമു ഇന്ന് ഞാൻ നല്ല ഈസി ആയിട്ട് തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ട്രസ്റ്റ്ലെസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കേക്കാണ്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ നോർമലായിട്ട് നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. എൻ്റെത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഹോം മെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊരു 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ സ്ട്രോബെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഫ്ലേവറിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ടൈഗറിൻ്റെ എസൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു 3-4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഫ്ലേവർ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇത്രയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് ചുമ്മാ ഇങ്ങനെ കുടിക്കാനായിട്ട്. കാരണം വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്കും പാലും ഒക്കെ കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പം നമ്മളിവിടെ ഇതുണ്ടാക്കാനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ആ കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത് കേക്കിലാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രെഡിൽ ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബൗളിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ ആയിട്ട് എല്ലായിടെയും നമുക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നീളമുള്ള ട്രേ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി ഉണ്ടാക്കാൻ ഈസി. കാരണം അപ്പോൾ 2 ലെയർ ബ്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വട്ടമുള്ള ബൗളാണ്. അതുപോലെ തന്നെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ 3 ലെയറൊക്കെ എനിക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളിനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറീൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ബ്രെഡ് ഒട്ടും തന്നെ കാണാത്ത രീതിയിൽ നല്ലപോലെ ബ്രെഡ് കുതിർന്നിരിക്കണം. എന്നാലേ ബ്രെഡിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാനിത് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ കേക്കിലൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. എല്ലാവരുടെയും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതെന്തോ ഭയങ്കര പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ then നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നല്ലപോലെ ബ്രെഡ് കുതിരണം, അത് നിർബന്ധമാണ്. ഇനി നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ലെവൽ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ലെയറാണ് ബ്രെഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നീളമുള്ള ട്രേ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലെയറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അതേ ഞാൻ മൊത്തമായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് മുഴുവനായിട്ട് ഒഴിച്ച് തീർക്കരുത് കേട്ടോ. കുറച്ച് അവിടെ മാറ്റി വെക്കണം. കാരണം സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇത് നന്നായിട്ട് ഞാൻ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മുകളിലൊക്കെ. അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. മേലെ നല്ലപോലെ വിപ്പിംഗ് ക്രീം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കി ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം വേണം. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒന്നും അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മേലെ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ ഡെക്കറേഷനൊക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പിസ്ത ഒന്ന് സ്ലൈസ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചിട്ട് പിസ്തയാണ് നല്ലതെന്ന് മാത്രം. അതേപോലെ തന്നെ ഞാൻ റോസിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 4-5 മണിക്കൂർ വെക്കുക. നല്ലപോലെ ഇത് തണുക്കണം. തണുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മിക്സും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അതേ ഞാനൊരു 5-6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചെടുത്ത് കഴിച്ചാൽ മതി. അതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതേ നമുക്കിത് കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ മിക്സും കൂടി ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക, മേലെ കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക, എന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.